ഇനി നമുക്ക് ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചൊരു കേക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം 3 പഴം എടുക്കുക. അത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണേ. ഇതിലേക്ക് സിനമൺ ഇല്ലേ, അതൊന്ന്, എൻ്റെ പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. നിങ്ങളുടെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടണേ. അതിൻ്റെ കൂടെ നമുക്ക് 2 മുട്ടയും കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുക്കാവേ. ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ഈ ബാറ്റർ നമ്മുടെ പഴം സ്മാഷ് ചെയ്തതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ്, പിന്നെ ഒരു 1/2 കപ്പ് ജാഗ്രി ശർക്കര ആഡ് ചെയ്ത് 1/4 കപ്പ് നെയ്യും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടി, അതായത് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, ഇത്രയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കെട്ടിനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഗോതമ്പ് പൊടി ഡിസ്റ്റ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കണേ. അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ആഡ് ചെയ്ത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണേ. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഇറക്കി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കേക്ക് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കണ്ടേ, നോക്കിക്കേ എന്ത് സ്പോഞ്ചാന്ന് നോക്കിക്കേ. നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റുമാണ്. ഗോതമ്പ് പൊടിയാണെന്ന് പറഞ്ഞ് ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.